ഒരു തരി കളർ എഴുതാൻ ഞാൻ സമ്മതിച്ചില്ല. കണ്ടില്ലേ? എന്താ ചിരിക്കണേ? ഒന്നുമില്ല. എന്തോണ്ടല്ലോ ഇയാളുടെ മുഖത്ത് ചിരിയൊക്കെ വരുമല്ലേ? ലൈല സാറിന് ഓടി വരാണ്ടപ്പോ ഞാൻ കരുതി എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്നാ. ആള് ഇത്ര ഉള്ളല്ലേ? അത് ഞാനും ഫിഫും കൂടി തമാശക്ക്. അല്ല, നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കായിരുന്നോ? കുറച്ച് സീരിയസ് ടോക്ക് ആയിരുന്നു. ലൈല സാറൻ വന്നത് നന്നായി. ക്ലാര ഇന്ന് ലൈബ്രറി പോയില്ലേ? അത് അവിടുത്തെ ബുക്സ് മൊത്തം വായിച്ചു തീർത്താ. എന്തിനാ വീണ്ടും വരാനാണോ? പിന്നെ ബുക്കുമായിട്ട് അങ്ങോട്ട്? അയ്യോ, അത് ഞാൻ അറിയാണ്ട് തമാശക്ക്. ഒന്നും മറന്നിട്ടില്ലല്ലേ? ലൈല സാറിന് കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാ വീട്ടിൽ പോകുന്നത്? അതിന് ആഘോഷം തുടങ്ങിയിട്ടില്ല. സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാല്ലേ. കുഴപ്പമില്ല, നടക്കട്ടെ നടക്കട്ടെ. അറിയാണ്ട് പറ്റിപ്പോയതാ. ശരി, എന്നാ കാണാം. എന്തൊരു അവസ്ഥയാണ് ഫിഫു. ഡാ, നീ എന്തിനൊന്ന് വൈകുന്നേരം എൻ്റെ അടുത്ത് മിണ്ടാതെ പോയത്? ഫിഫുടാ, ഡാ, ഞാനിന്ന് ക്ലാരയായിട്ട് സംസാരിച്ചടാ. എടാ, അവളൊരു പാവാടാ. എടാ, നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് മിസ്സിനെ മറക്കാൻ പറ്റണില്ലടാ. വിഷമം വരണ്. എന്നിട്ട് ബാക്കി പറ. ആദ്യമായിട്ട് മിസ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോഴും, ഞങ്ങളൊരു തവണ അന്താക്ഷരി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങൾ കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും, ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ് എടുത്ത് ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, ദൈവം എന്തോ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച മാലാഖയാണ് മേഴ്സി മിസ് എന്ന്. എല്ലാം വെറുതെ ആയി പോയില്ലേ? എടാ മഹാകവി, നീ ഇങ്ങനെയാണ് മിസ്സിന് എഴുതി കൊടുത്തത്? എടാ, നിന്റെ ഇഷ്ടം മിസ്സിനെ അറിയാത്തോണ്ട് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് മിസ് പോയി. മിസ്സായി പോയി ഫിഫു. അത് വിട്ടുകളാ. എന്നാലും എന്റെ ഇഷ്ടം മിസ്സിനോടൊന്നും തുറന്നു പറയാൻ പറ്റില്ല. തുറന്നു പറയാൻ നന്നായി. മിസ് അങ്ങനെ ഇത് അറിഞ്ഞായിരുന്നു കണ്ടില്ല, നിന്റെ മോറുത്തി അടിച്ചേനെ. അതെ, അച്ഛനാണ് ഈ കാര്യങ്ങൾ പറയട്ടെ. വേണ്ട പറയലടാ, അച്ഛനെ ചീത്ത പറയും. അപ്പൊ നീ മര്യാദയ്ക്ക് സംഭവം വിട്ടോ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞത് അനുസരിച്ചോ നീ? അയ്യോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. നീ എന്താ ഇവിടെ? നിനക്ക് വീട്ടിൽ പോറായില്ല? അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കമ്പൻ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ചുമ തമാശക്ക് വർത്താനം പറഞ്ഞ്. എക്സാം ആണെന്ന് അറിയാം, നന്നായിട്ട് പഠിക്കുന്നില്ലെന്നും അറിയാം, നന്നായിട്ട് നോക്കൂല്ലേ? നീയും ഭക്ഷണം കഴിച്ചോ രണ്ടുപേരും? മെസ്സടക്കാറായി. എന്നാ പെട്ടെന്ന് പോയി കഴിക്കുക രണ്ടാളും. അല്ല, ഞാൻ വീട്ടിൽ പോയി. എന്നാ നീ വീട്ടിൽ പോയി കഴിക്കേ, നീ മെസ്സിൽ പോയി കഴിക്കേ. ഞാൻ നേരത്തെ കഴിച്ചു. അന്ന് നമ്മൾ യേശുവിനെ കണ്ടു. എന്ത് സാധനത്? എന്റെ ഫിഫു, നീ ഞാൻ പറയണത് മനസ്സിലാക്ക്. ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടായി. അതുകൊണ്ട് നാളെ വീട്ടിൽ വന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. മെഹുന കൊള്ളപ്പെടോ, ഒന്ന് ചിരിക്കി പോട്ടേടാ. ലൈലു, ഒരു പ്രധാന കാര്യം, നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേൾക്കുക, എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ലൈലു, അച്ഛൻ മാസല്ലടാ. അടിപൊളി. ഇല്ല, എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. യൂട്യൂബില് എന്റെ വേറെയും കുറച്ച് പ്രസംഗങ്ങളുണ്ട്. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം. ഇടയ്ക്കൊക്കെ കമന്റ് വായിക്കണത് നല്ലതാ. കുറച്ചാളായിട്ട് ആ ചേരി തന്നെയാ. ഇടയ്ക്കൊക്കെ താഴേക്ക് ഇറങ്ങ്. അപ്പൊ ഹാപ്പി നൈറ്റ്സ്. നീ അച്ഛന്റെ ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു. നെഞ്ചുവേദനയുടെ പ്രസംഗം കേൾപ്പിക്കാം. ചമ്മന്തിപ്പൊടിയില്ലേ അമ്മ? എവിടെ? ഇവിടെയാണോ? ഇതാ. അയ്യേ, പറ്റിച്ചേ, അത് കാലിടപ്പ ബണ്ടൻ. രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ട് തെണ്ടാൻ പോവാണ്? നേരത്തെ കുടുംബത്തെ തീർക്കണം. തെണ്ടാനാ? ഞങ്ങള് കോളേജിൽ പോവാണ്. എന്തോ അസുഖം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ ലൈലയുടെ അച്ഛൻ ഫോണിൽ അയച്ചെന്നതാ. അതങ്ങനെ നാട്ടിലേക്ക് വരാണ്ടിരിക്കാനുള്ള ടൈപ്പാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്തിനാണ് പറയണത്? എടാ, അടുത്ത ശനിയാഴ്ച അപ്പൂപ്പന്റെ 80ാം പിറന്നാളാ. ആള് മറന്നിരിക്കുക. നമുക്ക് കുറച്ച് ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ച് ആൾക്ക് സർപ്രൈസ് കൊടുത്താലോ? അങ്ങനെ അത് തന്നെ മതി. അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? സർപ്രൈസ് എന്റെ ജീവിതമേ സർപ്രൈസ് ആക്കി. നിന്നോട് ഇപ്പൊ ചോദിച്ചതാ പ്രശ്നമായേ. എനിക്ക് ഇഷ്ടമല്ല, നമുക്കറിയാലോ. പിന്നെ എന്തിനാണ് പറയണത്? ദോഷമാണ്. നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞതാ. ഞങ്ങൾ എന്തായാലും ഇത് ആഘോഷിക്കും. പിന്നെ ക്ഷണിക്കായിരിക്കല്ലോ ഇവിടെ ആൾക്കാര്. വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് പായസം പഴയടുത്ത് ഏൽപ്പിച്ചാലാ? ഏൽപ്പിക്കട്ടെ, നല്ലല്ലേ?